ആദിയിൽ വിശ്വം മെനഞ്ഞു മോദ സൃഷ്ടി ചെയ്താദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു കാവായി അഗ്നിയായി തന്നാത്മവർഷം ഹല്ലേലൂയ ഓശാന സ്തോത്രഗീതിയ എല്ലാരും വാഴ്ത്തുന്നൊരത്വൈകനാദം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അവിടുന്ന് എന്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്. എന്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എന്റെ ശത്രുക്കൾ പിന്തിരിയും. ദൈവം എന്റെ പക്ഷത്താണെന്ന് ഞാൻ അറിയുന്നു. ഞാൻ ആരുടെ വചനം കീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ, ഞാൻ ആരുടെ വചനം പ്രകീർത്തിക്കുന്നുവോ ആ കർത്താവിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കും. മർത്യന് എന്നോട് എന്തു ചെയ്യാൻ കഴിയും? ദൈവമേ, അങ്ങേക്കുള്ള നേർച്ചകൾ നിറവേറ്റാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഞാൻ അങ്ങേക്ക് കൃതജ്ഞതാ ബലിയർപ്പിക്കും. ഞാൻ ദൈവസന്നിധിയിൽ ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് അവിടുന്ന് എന്റെ ജീവനെ മരണത്തിൽ നിന്നും എന്റെ പാദങ്ങളെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. പ്രത്യേകമായി ഈ സമയം അങ്ങയുടെ തിരുവചനം ധ്യാനിക്കുവാനും വചനം ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാനും ഞങ്ങളെ പ്രചോദിപ്പിച്ചതിനെ ഓർത്ത്, ഒരുക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. തമ്പുരാനെ, അങ്ങ് ഞങ്ങളോട് പറഞ്ഞ വലിയ ജീവന്റെ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയട്ടെ. അങ്ങ് ഞങ്ങളുടെ അലച്ചിലുകൾ എണ്ണുന്നുണ്ടല്ലോ, ഞങ്ങളുടെ കണ്ണീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിക്കുന്നുണ്ടല്ലോ. ദൈവമേ, ഞങ്ങളുടെ കണ്ണുനീരൊന്നും, ഞങ്ങളുടെ ക്ലേശങ്ങളൊന്നും വെറുതെയാകുന്നില്ല എന്ന വലിയ പ്രതീക്ഷയുടെ ചിന്ത ഞങ്ങൾക്ക് നൽകണമേ. തമ്പുരാനെ, ഞങ്ങളുടെ സഹനങ്ങളും ഞങ്ങളുടെ ജീവിത ക്ലേശങ്ങളും നീ കൃത്യമായി അറിയുന്നുവെന്നും അതിന് തക്ക പ്രതിഫലം ഞങ്ങൾക്ക് നൽകുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും നിന്റെ കരങ്ങളിലേക്ക് തരുന്നു. അങ്ങ് തന്നെയാണ് ഞങ്ങളെ സംരക്ഷിക്കുന്നത്. അങ്ങ് തന്നെയാണ് ഞങ്ങളെ വഴി നടത്തുന്നത്. ജീവന്റെ പ്രകാശമായി ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് തന്നെ ഉദിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ സമയം അങ്ങയുടെ വചനം ധ്യാനിക്കുമ്പോൾ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള കുറവുകൾ, പോരായ്മകൾ വചനം സ്വീകരിക്കാൻ തടസ്സമായി നിലനിൽക്കുന്നുവെങ്കിൽ അതെടുത്തു മാറ്റി അങ്ങയുടെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഓരോരുത്തരെയും, ലോകം മുഴുവനെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ അങ്ങയുടെ വചനം നിറയട്ടെ. ഈ ലോകത്തിൽ അങ്ങയുടെ പരിശുദ്ധാത്മ ശക്തി നിറയട്ടെ. അങ്ങയുടെ തിരുരക്തം ഈ ലോകത്തിന്റെ മേൽ മഴയായി, അഭിഷേകമായി പെയ്തിറങ്ങട്ടെ. തമ്പുരാനെ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. ദൈവമേ, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു. തമ്പുരാനെ, ഞങ്ങൾ അങ്ങയെ മാത്രം മഹത്വപ്പെടുത്തുന്നു. ആമേൻ. സ്നേഹമുള്ളവരെ, നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലെ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നും ഒരു ഭാഗം വായിച്ചു കേൾക്കാം. 19 അധ്യായം 3 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. ഫരിസേയർ അടുത്തു ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ?
അവൻ മറുപടി പറഞ്ഞു, സ്രഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരുമെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീടൊരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. അവർ അവനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ ഉപേക്ഷാപത്രം നൽകി ഭാര്യയെ ഉപേക്ഷിക്കാമെന്ന് മോശ വിധിച്ചതെന്തുകൊണ്ട്? അവൻ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തമാണ് ഭാര്യയെ ഉപേക്ഷിക്കാൻ മോശ നിങ്ങൾക്ക് അനുമതി നൽകിയത്. ആദ്യം മുതലേ അങ്ങനെയായിരുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പരസംഗം മൂലമല്ലാതെ മറ്റേതെങ്കിലും കാരണത്താൽ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഭാര്യാഭർത്തൃബന്ധം ഇത്തരത്തിലുള്ളതെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുന്നതാണല്ലോ ഭേദം. അവൻ പറഞ്ഞു, കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല. ഈശോ മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, നമ്മളെല്ലാം ഒരുപാട് വിവാഹ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നവരാണ്. അവിടെയെല്ലാം വച്ച് ഈ വചനഭാഗം നാം എല്ലാം ശ്രവിക്കാറുണ്ട്. രണ്ട് വ്യക്തികളെ, സ്ത്രീയെയും പുരുഷനെയും ദേവാലയത്തിൽ വെച്ച് ദൈവം ഒരുമിപ്പിച്ച് ചേർക്കുമ്പോൾ അവിടെ നാം വായിക്കുന്ന, ധ്യാനിക്കുന്ന ഒരു വചനഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 19 അധ്യായത്തിലെ ഈ തിരുവചനങ്ങൾ. നമുക്കറിയാം, ഒരു കുടുംബ ജീവിതത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ആ ജീവിതം എങ്ങനെയായിരിക്കണമെന്നാണ് ഈശോ തന്റെ ചുറ്റുമുള്ളവർക്ക്, ശിഷ്യന്മാർക്ക് ഒക്കെ പറഞ്ഞു കൊടുക്കുക. നമുക്കറിയാം, നമ്മൾ പറയാറുണ്ട്, ധ്യാനിക്കാറുണ്ട്, കത്തോലിക്ക തിരുസഭയിൽ കുടുംബം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഏറ്റവും വലിയ ഒരു സ്വപ്നത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ് എന്ന്. പഴയ നിയമത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകമെടുത്ത് വായിച്ചാൽ അവിടം മുതൽ ദൈവം കുടുംബത്തെ രൂപപ്പെടുത്തുന്നത്, ദൈവം കുടുംബജീവിതം മനുഷ്യരുടെ ഇടയിൽ സ്വപ്നം കാണുന്നത് നമുക്ക് കാണാൻ കഴിയും. എങ്ങനെയാണ് അവിടെ ദൈവം അതിന് രൂപം കൊടുക്കുക? നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കാണുക ആദ്യ ഭാഗങ്ങളിൽ സൃഷ്ടിയുടെ വിവരണമാണല്ലോ. അവിടെ സൃഷ്ടിയുടെ വിവരണത്തിൽ ദൈവം വളരെ ശ്രദ്ധയോടുകൂടി എല്ലാ ജീവജാലങ്ങളെയും എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുന്നു. അങ്ങനെ എല്ലാം നല്ലതാണെന്ന് തമ്പുരാൻ കാണുകയാണ്. സൃഷ്ടിക്കുന്നതിന് ഒന്നിനും ഒരു കുറവുമില്ല. എല്ലാം അതിൽ തന്നെ ദൈവത്തിന്റെ സൃഷ്ടികളായതുകൊണ്ട് മനോഹരമാണ്, സുന്ദരമാണ്. ദൈവം പറയുന്നു, എല്ലാം നന്നായിരിക്കുന്നു, ഭംഗിയായിരിക്കുന്നു. തമ്പുരാൻ അങ്ങനെ എല്ലാം നന്നായി എന്ന് കാണുകയാണ്. 2-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം പറയുകയാണ്, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. മനുഷ്യനെ സൃഷ്ടിക്കാനായിട്ട് ദൈവം ഒരുങ്ങുന്നു. ഏറെ ജാഗ്രതയോടുകൂടിയാണ് ആ മനുഷ്യ സൃഷ്ടി ദൈവം നടത്തുക. നമ്മൾ ശ്രദ്ധയോടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, മറ്റ് വസ്തുക്കളെയെല്ലാം അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങളെയെല്ലാം ദൈവം സൃഷ്ടിക്കുക ഉണ്ടാകട്ടെ എന്ന വാക്കുകൊണ്ടാണ്. പ്രകാശം ഉണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞു, പ്രകാശമുണ്ടായി. കരയും കടലും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, അവ ഉണ്ടായി. ചന്ദ്രതാരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, അവയും സൃഷ്ടിക്കപ്പെട്ടു. അങ്ങനെ ഉണ്ടാകട്ടെ എന്ന വാക്കുകൊണ്ടാണ് തമ്പുരാൻ എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിക്കുക. പക്ഷേ അത് മനുഷ്യന്റെ സൃഷ്ടിയിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ദൈവം ആ സൃഷ്ടിയുടെ തലം ഒന്ന് മാറ്റുകയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുക തന്റെ തന്നെ കരങ്ങളിലെടുത്താണ്. നമുക്കറിയാം, ആ 2-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ എത്രമാത്രം സ്നേഹത്തോടെയാണ്, എത്രമാത്രം ജാഗ്രതയോടെയാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുക. അതായത് ഒരു കുശവന്റെ കരുതലോടെ, ഒരു കുശവന്റെ ജാഗ്രതയോടെ അവൻ മൺപാത്രങ്ങൾ രൂപപ്പെടുത്തുന്നത് പോലെ മണ്ണിൽ നിന്നും ദൈവം മനുഷ്യനെ രൂപപ്പെടുത്തുകയാണ്. ആദ്യ മനുഷ്യനെ ദൈവം അങ്ങനെ രൂപപ്പെടുത്തി. ആദത്തിന് രൂപം കൊടുത്തു. അവന്റെ ഉള്ളിലേക്ക് തന്റെ തന്നെ ജീവശ്വാസം ദൈവം സന്നിവേശിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, പക്ഷെ നമുക്കറിയാം,
അവിടെ എന്താണ് സംഭവിക്കുക? ആദത്തെ ദൈവം വീക്ഷിക്കുന്നു, ആദത്തിന്റെ ജീവിതം ദൈവം കാണുന്നു. ദൈവം തിരിച്ചറിയുകയാണ്, അവന് എന്തോ ഒരു ദുഃഖമുണ്ട്, അവനെന്തോ ഒരു കുറവുണ്ട്. ആ കുറവ് ദൈവം തിരിച്ചറിഞ്ഞു. അതൊരു സ്ത്രീയുടെ കുറവായിരുന്നു. അവന് ചേർന്ന ഒരു ഇണയെ, തുണയെ നൽകാൻ ദൈവം തീരുമാനിക്കുകയാണ്. അങ്ങനെ അവനിൽ നിന്ന് തന്നെ ഹവ്വായെ രൂപപ്പെടുത്തി. അങ്ങനെ ദൈവം അവളെ ഭാര്യയായി നൽകുകയാണ്. ആദം പറഞ്ഞു, ഇതാ എന്റെ മജ്ജയുടെ മജ്ജയും മാംസത്തിന്റെ മാംസവും. ആദ്യത്തെ കുടുംബം അങ്ങനെ ദൈവം രൂപപ്പെടുത്തുന്നത് മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം അതേ തീക്ഷ്ണതയോടെ, അല്ലെങ്കിൽ അത്രമാത്രം സ്നേഹത്തോടെ ആദ്യത്തെ കുടുംബവും ദൈവം രൂപപ്പെടുത്തുകയാണ്. അങ്ങനെ ആ കുടുംബം രൂപപ്പെട്ടത് നമുക്ക് വചനം വായിക്കുമ്പോൾ തിരിച്ചറിയാം. ദൈവത്തിന്റെ വലിയൊരു പദ്ധതി, ദൈവത്തിന്റെ ഏറ്റവും ഉദാത്തമായ ഒരു സ്വപ്നം, അതായിരുന്നു ആദ്യത്തെ കുടുംബം. പ്രിയമുള്ളവരെ, ഈ കുടുംബം പിന്നീട് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു വരുമ്പോൾ പുതിയ നിയമത്തിൽ നമ്മൾ എത്തിച്ചേരുകയാണ്. ഈ കുടുംബം അവിടെ ഒരു കൂദാശയായി മാറുന്നു. അതായത് നമ്മൾ വായിച്ചു കേട്ട വചനഭാഗം അത് തന്നെയാണ് സൂചിപ്പിക്കുക. ഈശോ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ പറയുകയാണ്, ഈ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ചേരുന്നത്, ഒരു കുടുംബത്തിൽ അവർ ജീവിക്കുന്നത് ദൈവത്തിന്റെ ഏറ്റവും പ്രത്യേകമായ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലമാണ്. അതായത് തമ്പുരാൻ ഈശോ ഈ കുടുംബത്തെ ഒരു കൂദാശയാക്കി ഉയർത്തുന്നു. ദൈവം തന്റെ പദ്ധതിയുടെ ഭാഗമായി, ദൈവം തന്റെ സ്വപ്നത്തിന്റെ ഭാഗമായി ആദ്യത്തെ കുടുംബം രൂപപ്പെടുത്തി. ഇതാ ദൈവപുത്രൻ ആ കുടുംബത്തെ ഒരു കൂദാശയാക്കി ഉയർത്തുകയാണ്. നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ കൂദാശ എന്ന വാക്കിന്റെ നിർവചനം എന്താണ് എന്ന്. നമുക്കറിയാം, കൊച്ചു ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നതാണ്. വേദോപദേശം നമ്മളോട് പറഞ്ഞു തരും, കൂദാശ എന്നാൽ അദൃശ്യമായ പ്രസാദപരത്തെ സൂചിപ്പിക്കുകയും നൽകുകയും ചെയ്യുന്ന ദൃശ്യമായ അടയാളമാണ്. സ്നേഹമുള്ളവരെ, കുടുംബം ഒരു കൂദാശയായി മാറുന്നു. വിവാഹ ജീവിതം ഇവിടെ ഒരു കൂദാശയായി മാറുന്നു. അതിന്റെ അർത്ഥം എന്താണ്? അദൃശ്യമായ ദൈവിക പ്രസാദപരത്തെ സൂചിപ്പിക്കുകയും നൽകുകയും ചെയ്യുന്ന ദൃശ്യമായ അടയാളമാണ് ഓരോ കുടുംബവും. അല്ലെങ്കിൽ അങ്ങനെ ആകേണ്ടതാണ് കത്തോലിക്ക തിരുസഭയിലെ ഓരോ കുടുംബവും എന്ന് വചനം നമ്മെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അതായത് മറ്റുള്ളവർക്ക് നമ്മുടെ കുടുംബങ്ങൾ കാണുമ്പോൾ തോന്നണം ഇത് ഒരു കൂദാശയാണ് എന്ന്. മറ്റുള്ളവർക്ക് നമ്മുടെ കുടുംബജീവിതം കാണുമ്പോൾ അത് അനുഭവിക്കാൻ പറ്റണം, ഇവിടെ യേശുവിന്റെ സാന്നിധ്യമുണ്ട് എന്ന്. കൂദാശകളെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തിന്റെ പ്രസാദവരം മറ്റുള്ളവർക്ക് നൽകുന്നതാണ്. ദൈവത്തെ മനുഷ്യർക്ക് പ്രദാനം ചെയ്യുന്ന ഒരു കാര്യമാണ് കൂദാശ. അങ്ങനെയെങ്കിൽ നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ ഒരുമിച്ചുള്ള ജീവിതം, അതൊക്കെ മറ്റുള്ളവർക്ക് ദൈവത്തെ നൽകുന്നതാകണം. മറ്റുള്ളവർക്ക് ദൈവത്തിന്റെ പ്രസാദവരം പ്രദാനം ചെയ്യുന്നതാകണം. ദൈവത്തിന് ഇടമുള്ള ഭവനങ്ങളായിട്ട് നമ്മുടെ വീടുകൾ മാറണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ, കുടുംബമായി ജീവിക്കുമ്പോൾ അത് കൂദാശയായി മാറുകയുള്ളൂ. സ്നേഹമുള്ളവരെ, ദൈവത്തിന് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കൗദാശിക ജീവിതത്തിൽ ഇടം ലഭിക്കട്ടെ. നമ്മൾ കേട്ടിട്ടുള്ള ഒരു പ്രശസ്തനായിട്ടുള്ള ചിത്രകാരനാണ് ലിയനാർഡോ ദാവിഞ്ചി. അദ്ദേഹത്തിന്റെ ജീവിതത്തോട് ചേർത്തുള്ള ഒരു കാര്യം അതിതാണ്, അദ്ദേഹം വരച്ചിട്ടുള്ള ചിത്രങ്ങളിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ചിത്രമാണ് അന്ത്യത്താഴത്തിന്റെ ചിത്രം. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ഭക്ഷണം കഴിക്കുന്ന ഇടങ്ങളിലൊക്കെ നമ്മൾ വെക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ചിത്രം, ഈശോയും ശിഷ്യന്മാരും ഒരുമിച്ചിരുന്ന് അന്ത്യത്താഴം കഴിക്കുന്ന ആ ചിത്രം. ഇനി നമ്മുടെ ഭവനങ്ങളിൽ ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ ഇടവകയില് വികാരി അച്ഛന്റെയൊക്കെ ഭക്ഷണ മുറിയിലേക്കൊക്കെ കടന്നു ചെന്നാൽ അവിടെ തീർച്ചയായിട്ടും ഈ ഒരു ചിത്രമുണ്ടാകും. ഇതിനെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ ഡാവിഞ്ചി എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. വലിയ കഴിവുള്ള വ്യക്തിയാണ്, ലോകമറിയുന്ന വ്യക്തിയാണ്. ദൈവം കഴിവിന്റെ അപാരത കൊണ്ട് അദ്ദേഹത്തെ നിറച്ചിട്ടുണ്ട്. അപ്പോൾ ആ മനുഷ്യനെ കുറിച്ച് പറയുക എങ്ങനെയാണ്? അദ്ദേഹം തന്റെ കഴിവുകളൊന്നും വെറുതെ വിനിയോഗിക്കുന്ന ഒരു വ്യക്തിയല്ല. ഒരു സാധാരണ രീതിയിൽ തന്റെ കഴിവ് ഉപയോഗിച്ച് ചിത്രം വരയ്ക്കുന്ന ഒരു മനുഷ്യനല്ല. മറിച്ച്
ഓരോ തവണ ചിത്രം വരയ്ക്കുമ്പോഴും അദ്ദേഹം പ്രാർത്ഥിക്കും, ദൈവത്തോട് ആലോചന ചോദിക്കും. അങ്ങനെ തന്റെ കഴിവ് ഉപയോഗിക്കുന്ന ഒരു മനുഷ്യൻ. ഇദ്ദേഹം ഈ അന്ത്യത്താഴത്തിന്റെ ചിത്രം വരയ്ക്കാൻ ആരംഭിച്ചു. ഊട്ടിശാല വരച്ചു, ശിഷ്യന്മാരെ വരച്ചു, യേശുവിനെയൊക്കെ വരച്ച് അവസാനം മനോഹരമായിട്ട് ഈ ചിത്രം പൂർത്തിയാക്കുകയാണ്. നമുക്കറിയാം, നമ്മളൊക്കെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്താൽ മറ്റുള്ളവരോട് അഭിപ്രായം ചോദിക്കും, ഇതെങ്ങനെയുണ്ട് എന്ന് ചോദിക്കും. അവര് പറയുന്ന നല്ല കാര്യങ്ങൾ കേൾക്കാൻ നമുക്ക് വലിയ സന്തോഷമാണ്. ഇതാ ഇവിടെ ദാവിഞ്ചിയും അതുപോലെ ചെയ്തു. തന്റെ ഒരു സുഹൃത്തിനെ വിളിച്ചു, അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ വരച്ചിരിക്കുന്ന ഈ ചിത്രം എങ്ങനെയുണ്ട്, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അദ്ദേഹം ആ ചിത്രത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, യേശുവിന്റെ കരങ്ങളിലുള്ള ആ കാസ അത് വളരെ മനോഹരമായിരിക്കും. ഉടനെ ദാവിഞ്ചി ആ ചിത്രത്തിലേക്ക് അല്പനേരം സൂക്ഷിച്ച് നോക്കുകയാണ്. ആ കാസ വളരെ മനോഹരമായിരിക്കുന്നു. ഉടനെ അദ്ദേഹം ചെയ്തത് എന്താണെന്നാൽ, അദ്ദേഹം തന്റെ ബ്രഷും പെയിന്റും എടുത്ത് ഈ കാസയ്ക്ക് മുകളിൽ പൂശി തൽക്കാലത്തേക്കെങ്കിലും അത് മായ്ച്ചു കളയുകയാണ്. ഇത് ഈ സുഹൃത്തിൽ അത്ഭുതമുളവാക്കി. അയാൾ ചോദിച്ചു, താങ്കളുടെ ചിത്രത്തെക്കുറിച്ച് നല്ല കാര്യമല്ലേ ഞാൻ പറഞ്ഞത്? മനോഹരമായ ഒരു ചിത്രമാണ് ഇത് എന്നല്ലേ ഞാൻ പറഞ്ഞത്? എന്നിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്? എന്തുകൊണ്ടാണ് ആ കാസ മായ്ച്ചു കളഞ്ഞത്? ഉടനെ ദാവിഞ്ചി അയാളോട് ഒരു മറുപടി പറഞ്ഞു. പ്രിയമുള്ളവരെ, കുടുംബജീവിതം നയിക്കുമ്പോൾ, ഒരുമിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിൽ കുറിച്ചിടേണ്ട ഒരു മറുപടിയാണ് ദാവിഞ്ചി ആ മനുഷ്യന് കൊടുക്കുക. അത് ഇതാണ്: ഞാൻ വരയ്ക്കുന്ന ചിത്രങ്ങളിൽ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ദൈവത്തെക്കാൾ മറ്റുള്ളവരുടെ ശ്രദ്ധയാകർഷിക്കുന്ന ഒന്നും ഉണ്ടാകരുത് എന്നത് എന്റെ നിർബന്ധമാണ്. സ്നേഹമുള്ളവരെ, ശ്രദ്ധിക്കുക, എത്ര മനോഹരമായിട്ടുള്ള ഒരു സന്ദേശം. നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മൾ ഒരുമിച്ചായിരിക്കുമ്പോൾ ദൈവത്തെക്കാൾ പ്രധാനപ്പെട്ടതായി, ദൈവത്തെക്കാൾ മൂല്യമുള്ളതായി ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടാകുന്നിടത്ത് ഒരിക്കലും കുടുംബജീവിതം വിജയിക്കില്ല. അങ്ങനെ ഉണ്ടാകുന്നിടത്ത് നമ്മൾ ഒരുമിച്ച് എത്ര അധ്വാനിച്ചാലും, ഒരുമിച്ച് എങ്ങനെ മുൻപോട്ട് പോകാൻ ശ്രമിച്ചാലും അതൊന്നും ശാശ്വതമായ ഫലങ്ങൾ, നന്മ നിറഞ്ഞ ഫലങ്ങൾ പ്രിയമുള്ളവരെ നമുക്ക് പ്രദാനം ചെയ്യില്ല. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് ചേർന്ന് നിന്ന് മുന്നോട്ട് പോകുന്ന കുടുംബങ്ങളാണെങ്കിൽ പ്രിയമുള്ളവരെ, അത് വലിയ അനുഗ്രഹത്തിന്റെ ഉറവയാകുന്ന, അനുഗ്രഹം വർഷിക്കുന്ന കുടുംബങ്ങളായി തീരും. നമുക്കറിയാമല്ലോ, നമ്മുടെയൊക്കെ വീടുകളില്, ഭവനങ്ങളിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പണ്ട് മുതലേ, പഴയകാലം മുതലേ നമ്മുടെയൊക്കെ കത്തോലിക്ക കുടുംബങ്ങളിൽ സായാഹ്നത്തിൽ ഒരുമിച്ചിരുന്ന്, പ്രഭാതത്തിൽ ഒരുമിച്ചിരുന്നൊക്കെ ദൈവത്തെ കുടുംബമായി സ്തുതിക്കുന്ന ഒരു പതിവുണ്ട്. പക്ഷേ നമുക്കറിയാം, ഇന്ന് പല കുടുംബങ്ങളിൽ നിന്നും അത് അന്യം നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ കുടുംബ പ്രാർത്ഥനയുടെ സ്ഥാനം നമ്മുടെ പല ഭൗതികമായ കാര്യങ്ങളും കവർന്നെടുത്തിരിക്കുന്നു. നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾക്ക് ഒരുപാട് സമയമുണ്ട്. നമ്മുടെ കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് നമ്മൾ സമയം മുൻപോട്ട് നീക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും, ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങിപ്പോവുകയാണ്. ദൈവ സാന്നിധ്യം നമുക്ക് അന്യം നിന്ന് പോവുകയാണ്. ഞാൻ പറഞ്ഞു, കുടുംബം എന്ന് പറയുന്നത് കത്തോലിക്ക തിരുസഭയിൽ വെറും ഒരു കാര്യമല്ല, മറിച്ച് അത് ഒരു കൂദാശയാണ്. ദൈവത്തിന്റെ സാന്നിധ്യം മറ്റുള്ളവർക്ക് നൽകേണ്ട, ദൈവത്തിന്റെ ആ സാന്നിധ്യത്തെക്കുറിച്ച്, ദൈവിക പ്രസാദവരത്തെക്കുറിച്ച് മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കേണ്ട ഒരു ഇടമാണ് നമ്മുടെ കുടുംബം. പക്ഷേ പലപ്പോഴും പ്രാർത്ഥന പോലും ഇല്ലാതായി പോകുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. വിശുദ്ധ ബലികളിലേക്ക് കടന്നു ചെല്ലാത്ത ഭവനങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, ഒരിക്കലും അത് അനുഗ്രഹമാകില്ല. കാരണം ദൈവത്തിന്റെ പദ്ധതിയാണല്ലോ, ദൈവത്തിന്റെ സ്വപ്നമാണല്ലോ നമ്മൾ ഒരുമിച്ച് ജീവിക്കണം എന്നത്, ഒരുമിച്ച് ഒരു കുടുംബമായി തമ്പുരാനെ മഹത്വപ്പെടുത്തണം എന്നത്. അപ്പോൾ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കാത്ത ഇടമായി, ദൈവത്തെ ഗൗരവമായി എടുക്കാത്ത സ്ഥലങ്ങളായി നമ്മുടെ ഭവനങ്ങൾ മാറുന്നുവെങ്കിൽ എങ്ങനെയാണ് കൗദാശികമായി ജീവിക്കുവാൻ നമുക്ക് കഴിയുക? എങ്ങനെയാണ് കുദാശ ജീവിതം നമുക്ക് കൃപ പ്രദാനം ചെയ്യുക? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഓർക്കാറുണ്ട്, ഇടയ്ക്ക്
ഈ പൗരോഹിത്യ ജീവിതം സ്വീകരിക്കുന്ന വൈദികര്, പുരോഹിതര് എത്ര നാളുകൾ ഒരുങ്ങിയിട്ടാണ് സ്നേഹമുള്ളവരെ ഈ ഒരു ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കുക? 12 വർഷവും ഒരുപക്ഷെ ഇപ്പോൾ അതിലും കൂടുതൽ 14 വർഷവും 16 വർഷവും ഒക്കെ പരിശീലനത്തിലൂടെ കടന്നുപോയിട്ട് ഈ ഒരു ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കുന്നവരാണ് പുരോഹിതര്. അതായത് അത്രമാത്രം ഒരുക്കത്തോടുകൂടി വേണം ഈ കൂദാശ സ്വീകരിക്കാൻ, അത്രമാത്രം നീണ്ട ഒരുക്കം ഇത് സ്വീകരിക്കാൻ ആവശ്യമാണ് എന്ന് തിരുസഭ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം 7 കൂദാശകളാണല്ലോ സഭയിലുള്ളത്. ഒന്നും ഒന്നിന് മുകളിലല്ല. വിശുദ്ധ കുർബാനയെ നമുക്ക് മാറ്റി നിർത്താം. മറ്റ് കൂദാശകളൊന്നും ഒന്നിനും മുകളിലല്ല, താഴെയുമല്ല. എല്ലാം സമമായി തുല്യ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് സഭ കാണുന്നതും അതിനെക്കുറിച്ചെല്ലാം പഠിപ്പിക്കുന്നതും. അങ്ങനെയെങ്കിൽ പൗരോഹിത്യം അത്ര പ്രധാനപ്പെട്ട ഒരു കൂദാശയാണെങ്കിൽ സ്നേഹമുള്ളവരെ, വിവാഹം, കുടുംബജീവിതം എന്ന് പറയുന്നതും ഏറെ പ്രധാനപ്പെട്ട ഒരു കൂദാശ തന്നെയല്ലേ? എത്ര ഒരുക്കത്തോടു കൂടിയായിരിക്കണം നമ്മൾ ആ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ടത്? അല്ലെങ്കിൽ എത്ര തീക്ഷ്ണതയോടും ഒരുക്കത്തോടും കൂടിയായിരിക്കണം നമ്മൾ ആ കുടുംബജീവിതം മുൻപോട്ട് നയിക്കേണ്ടത്? അതുകൊണ്ട് ദൈവത്തിന് ഇടം നൽകുന്ന ഭവനങ്ങളായി, ദൈവം സ്വപ്നം കണ്ട ഭവനങ്ങളായിട്ട് നമ്മുടെ കുടുംബങ്ങൾ മാറണമെങ്കിൽ സ്നേഹമുള്ളവരെ, അത് ഒരു കൂദാശയാണ് എന്നുള്ള ഒരു തിരിച്ചറിവോടുകൂടി വേണം നമ്മൾ ജീവിക്കുവാൻ. നമ്മൾ കാണുന്ന മത്തായിയുടെ സുവിശേഷത്തിന്റെ 8-ാം അധ്യായത്തിൽ കാണുന്ന ഒരു സംഭവമുണ്ട്. നമുക്കെല്ലാം അറിയാവുന്ന വചനഭാഗമാണ്. യേശുവും ശിഷ്യന്മാരും കടലിലൂടെ യാത്ര ചെയ്യുന്നു. കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവരുടെ വഞ്ചി മുങ്ങാൻ പോകുന്ന ഒരു അനുഭവം, ഒരു അവസരം. അവിടെ കൊടുങ്കാറ്റടിക്കുകയാണ്. തിരമാലകൾ ഉയർന്ന് വഞ്ചിയിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. ശിഷ്യന്മാര് ഉറക്കെ നിലവിളിക്കുകയാണ്. ഈശോ അരികിലുണ്ട്, പക്ഷേ മയങ്ങുകയായിരുന്നു എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നു. ശിഷ്യന്മാര് ഭയപ്പെട്ടു. അവർ പറഞ്ഞു, ഞങ്ങൾ നശിക്കാൻ പോകുകയാണ്. നശിക്കാൻ പോയിട്ടും ഗുരു നീ അത് ഗൗനിക്കുന്നില്ലേ എന്നൊരു ചോദ്യമാണ് അവർ ഉയർത്തുക. അവിടെ ഈശോ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റിട്ട് കരങ്ങൾ ഉയർത്തി അവിടുന്ന് പറഞ്ഞു, കാറ്റിനോടും കടലിനോടും ശാന്തമാകാൻ. സ്നേഹമുള്ളവരെ, ഇങ്ങനെയാണ് കാണുക. കാറ്റും കടലും ശാന്തമായി, തിരമാലകൾ അടങ്ങി, കൊടുങ്കാറ്റടങ്ങി. ഇതാ ആ ശിഷ്യന്മാർക്ക് മനസ്സിലായി, ഇവൻ ദൈവപുത്രനാണ്. തങ്ങളുടെ ജീവിതത്തെ ദൈവം സംരക്ഷിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തില് ജീവിത വഞ്ചിയുടെ അമരത്ത് ക്രിസ്തു ഉണ്ടാകണം കേട്ടോ. ക്രിസ്തു ഉണ്ടെങ്കിലേ നമ്മുടെ ജീവിതത്തില് കൗദാശികമായിട്ട് ജീവിക്കാൻ, തകർച്ചകൾ വരുമ്പോൾ അപ്പോഴും ജൈവിക പ്രസാദവരം നിലനിൽക്കുന്ന കുടുംബങ്ങളായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ഒരിക്കലും ദൈവ സാന്നിധ്യം അന്യം നിന്ന് പോകാതിരിക്കട്ടെ. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന, ഒരുമിച്ചിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കുടുംബങ്ങളായിട്ട് നമുക്ക് മാറാം. വചനം പറയുന്നത് നമ്മൾ വായിച്ചു കേട്ടല്ലോ, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഇത് ദൈവം യോജിപ്പിച്ച ഏറ്റവും വലിയ ഒരു പദ്ധതിയാണ് കേട്ടോ. ഇത് ദൈവം യോജിപ്പിച്ച ഏറ്റവും സുന്ദരമായ ഒരു അവസ്ഥയാണ്. ഒപ്പം വചനത്തിന്റെ അവസാനം നമ്മൾ വായിച്ചു, കൃപ ലഭിച്ചവർക്കല്ലാതെ ഈ ഒരു തെരഞ്ഞെടുപ്പ് സാധ്യമല്ല. കൃപ ലഭിച്ചവർക്കാണ്, തമ്പുരാനിൽ നിന്നും അനുഗ്രഹം കിട്ടിയവർക്കാണ് ഈ ഒരു ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കാൻ കഴിയുക. വിവാഹിതരായവര്, കുടുംബജീവിതം നയിക്കുന്നവര്, സ്നേഹമുള്ളവരെ, അത് തിരിച്ചറിയണം. കൗദാശികമായ ഒരു ജീവിതമാണ് ഏറ്റവും പ്രധാനപ്പെട്ട. പൗരോഹിത്യവും മറ്റു കൂദാശകളും ഒക്കെ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിതാവസ്ഥയാണ്. അതുകൊണ്ട് തമ്പുരാൻ നമ്മുടെ ഒപ്പമുണ്ട് എന്ന് തിരിച്ചറിയുക. അമരത്ത് തമ്പുരാൻ ഇടം കൊടുക്കുക. ദൈവത്തിന്റെ വലിയ സ്വപ്നം, വലിയ പദ്ധതി തമ്പുരാനോട് കൂടിച്ചേർന്ന് നിന്ന് നമുക്ക് അത് നടപ്പിലാക്കാം. ദൈവം നമ്മുടെ കുടുംബങ്ങളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മറ്റുള്ളവരുടെ മുൻപില് ദൈവത്തെ നൽകുന്ന, ദൈവിക പ്രസാദവരത്തെ സൂചിപ്പിക്കുന്ന അടയാളങ്ങളായിട്ട് നമ്മുടെ കുടുംബങ്ങൾ മാറട്ടെ. തമ്പുരാൻ നമ്മുടെ ഒപ്പമുണ്ട്. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ആമേൻ. മഹിയിൽ വന്നു പിറന്നൊരു നാദം, കുരിശിൽ രക്ഷയൊരുക്കിയ നാദം, മരണം പോലും ഭയന്നൊരു നാദം, കരുണാമാരി ചൊരിഞ്ഞൊരു നാദം, ഒഴുകി ഒഴുകി ധരയിൽ നീലെ നീലെ മനുജ ഹൃദയം തേടി തേടി നിരതം, ഫലം നൽകാൻ തുടികൊള്ളും വചന ശബ്ദം, ജീവശബ്ദം, സ്നേഹശബ്ദം, ദൈവശബ്ദം. ആത്മപ്രേരിതം ഹൃദയോദ്ദീപകം ജീവദാ